ലഗ്രാഞ്ചസ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പറയണ്ടായി. ജനറലൈസ്ഡ് മൊമെന്റം കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ചെയ്ത് നോക്കിയോ? ചെയ്ത് നോക്കിയോ പ്രോബ്ലംസ് ഒക്കെ? ഇനി ലഗ്രാഞ്ചസ് ഇക്വേഷൻസ് ഓഫ് മോഷനെ റിലേറ്റ് ചെയ്ത് കുറച്ചുകൂടെ പ്രോബ്ലംസും കാര്യങ്ങളും അതിൽ പോയിന്റ്സ് പറയാനുണ്ട്. അത് നമുക്ക് പ്രോബ്ലം സെക്ഷനിൽ വരുമ്പോൾ ഓരോ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിരിക്കുക. നിങ്ങൾക്ക് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാം. ലഗ്രാഞ്ചൻ കണ്ടുപിടിക്കാൻ പഠിച്ചു, ജനറലൈസ്ഡ് മൊമെന്റം കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളുടെ എക്സാമിന് പൊതുവെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരിക. ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ സെൻട്രൽ ഫോഴ്സിന്റെ ലഗ്രാഞ്ചൻ കണ്ടുപിടിക്കുന്നത് അതൊക്കെ നമുക്ക് പറയാനുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, നമുക്കറിയാം ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ആദ്യം പഠിച്ചു വരുന്നത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ്. ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ഒരുപാട് വെക്ടർ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഒരുപാട് കാൽക്കുലസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് ലഗ്രാഞ്ചസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ കൊണ്ടുവരുന്നത്. ലഗ്രാഞ്ചസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഏത് ഓർഡർ റിയാക്ഷൻ ആണ്? ഏത് ഓർഡർ ഇക്വേഷൻ ആണ്? സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വെൻ കമ്പയർഡ് ടു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് വരുന്ന ആളാണ് ആര്? ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷൻ പോലെ തന്നെ സെയിം പർപ്പസിന് ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ലഗ്രാഞ്ചസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എങ്കിൽ ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും സോൾവ് ചെയ്യാനും എളുപ്പം. ഓക്കെ, സൊല്യൂഷൻ കണ്ടുപിടിക്കാനും ലഗ്രാഞ്ചിനെക്കാളും എളുപ്പം ആരാണ്? ഹാമിൽട്ടോണിയൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് എന്ത്? ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ലഗ്രാഞ്ചൻ തന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വരാവുന്ന ചോദ്യങ്ങള് എന്താണ് ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ, ഹാമിൽട്ടൺ ഫംഗ്ഷൻ എന്നുള്ളതാണ്. ലഗ്രാഞ്ചസ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. എന്താ ലഗ്രാഞ്ചസ് ഫംഗ്ഷൻ? ഓർമ്മയുണ്ടോ? ലഗ്രാഞ്ചസ് ഫംഗ്ഷൻ എങ്ങനെ എഴുതുക? കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ. യെസ്, L is equal to T minus V ആണ് എന്ത്? ലഗ്രാഞ്ചസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഹാമിൽട്ടൺ പ്രിൻസിപ്പിളിന്റെ ഫംഗ്ഷൻ, അതായത് ഒരു HSST എക്സാമിന് വന്നതാണ് എന്താണ് ഹാമിൽട്ടൺ ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പൊ ഹാമിൽട്ടൺ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കണം. ഹാമിൽട്ടൺ ഫംഗ്ഷന്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്താണെന്ന് നോക്കണം. ഒരു ലഗ്രാഞ്ചൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ഹാമിൽട്ടൺസ് പ്രിൻസിപ്പിൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം എന്നുള്ളതും നമുക്ക് നോക്കണം. ഇതാണ് മേജർ ആയിട്ട് ഇതിൽ വരുന്ന പ്രോബ്ലം പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ കണ്ടോ? ഹലോ, ഓക്കെ. ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ്. ഫസ്റ്റ് നമ്മൾ പറയണത് ഹാമിൽട്ടൺ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. ഹാമിൽട്ടൺ ഫംഗ്ഷൻ സിംപ്ലി H is equal to T plus V. T plus V എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാമിൽട്ടൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഫംഗ്ഷന്റെ, അതായത് ഒരു സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഹാമിൽട്ടൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. 2018 നടന്ന ഒരു HSST എക്സാമില്, ഒരു MSc ലെവലിലെ എക്സാമില് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ് ഹാമിൽട്ടൺ ഫംഗ്ഷൻ? ഓപ്ഷൻ H is equal to T plus V, H is equal to T minus V, H is equal to T by V. അങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടാലേ അറിയാം വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ നിസ്സാരമായി കാണുന്ന പോയിന്റ് ആണെങ്കിൽ പോലും അത് എംഫസൈസ് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. PSCയിൽ അങ്ങനെയുണ്ട്. ചിലപ്പോൾ വളരെ ലേറ്റ് ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ വളരെ ഹാർഡ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ലെവലിലുള്ളതും നിസ്സാരമായി കാണാതെ സ്റ്റേറ്റ്മെന്റ് വൈസ് ഒക്കെ വരാം. അപ്പോൾ നമ്മൾ എല്ലാ പ്രോപ്പർട്ടീസ് ആണെങ്കിലും എന്താണെങ്കിലും കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, സോ H is equal to T plus V. ഇനി നമ്മളുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ, നമ്മൾ ലഗ്രാഞ്ചസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? D by dt of
Dou d L by by dou Qj dot minus dou dou L by dou L by dou Qj dot minus dou L by dou dou Qj Qj. Yes, dou very good. Qj Is equal to 0. ഇതാണ് 0. ലഗ്രാഞ്ചസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് ഹാമിൽട്ടോണിയൻ മെക്കാനിക്സിൽ ഹാമിൽട്ടൺ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്. അതാണ് Q dot QI dot is equal to dou H by dou PI. Q dot എന്ന് വെച്ച് കഴിഞ്ഞാൽ d by dt of QI. Q dot എന്ന് വെച്ച് കഴിഞ്ഞാൽ d by dt of QI ആണ്. d by dt of QI is equal to dou H divided by dou PI. Okay. ഇനി സെക്കൻഡ് ഇക്വേഷൻ ആണ് d by dt of PI is equal to, അതാണ് PI dot എന്ന് പറയുന്നത്, which is equal to dou H divided by dou QI. ഇവിടെ PI പറയുന്ന സമയത്ത് ഒരു മൈനസ് വരും. മൈനസ് ഏതിലാ വരുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. PI ഡോട്ട് പറയുന്ന സമയത്ത് നമുക്ക് മൈനസ് ഡോ എച്ച് ഡിവൈഡഡ് ബൈ ഡോ QI എന്നുള്ള ഇക്വേഷൻ വരുന്നുണ്ട് കേട്ടോ. മൈനസ് വരുന്നത് PI ഡോട്ട് വരുമ്പോഴാണ്. സോ നമ്മളെ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് QI dot is equal to dou H divided by dou PI. Q dot is equal to QI dot is equal to dou H divided by dou PI. Then PI dot is equal to minus dou H divided by dou QI. ഇതാണ് നമുക്ക് ഉള്ള ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഞാൻ ഇവിടെ അടുത്ത് തന്നെ ലഗ്രാഞ്ചസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതിയിട്ടുണ്ട്. അടുത്ത് തന്നെ ലഗ്രാഞ്ചസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഓഫ് മോഷനിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് വരുന്നത്. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പക്ഷെ ഹാമിൽട്ടൺസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഏത് ഓർഡർ ആണ്? സീറോത്ത് ഓർഡർ ആണോ, ഫസ്റ്റ് ഓർഡർ ആണോ, സെക്കൻഡ് ഓർഡർ ആണോ? ഓക്കെ, സോ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. എന്നാൽ ലഗ്രാഞ്ചസ് ഇക്വേഷൻ മോഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ലഗ്രാഞ്ചിനും ഹാമിൽട്ടോണിയനും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ ലഗ്രാഞ്ചൻ ആൻഡ് ഹാമിൽട്ടോണിയൻ. H is equal to sigma I PI into QI dot. PI into QI dot minus L. നമ്മുടെ ഹാമിൽട്ടോണിയൻ ആണ് H എന്ന് പറയുന്നത്, L എന്ന് പറയുന്നത് ലഗ്രാഞ്ചൻ ആണ്. സോ H is equal to sigma I PI into QI dot minus L. ഓക്കെ, സോ ഇനി നമുക്കൊരു ലഗ്രാഞ്ചൻ തന്നു കഴിഞ്ഞാൽ ആ ലഗ്രാഞ്ചനെ എല്ലിന്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹാമിൽട്ടോണിയൻ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലത്തിൽ ഒരു ലഗ്രാഞ്ചൻ തന്നു, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചൻ മേ ബി തരാം, ഇല്ലെങ്കിൽ തരാതിരിക്കാം. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് തരാം? ലഗ്രാഞ്ചൻ തരണം നിർബന്ധമില്ല. അപ്പോൾ ലഗ്രാഞ്ചൻ തന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എങ്ങനെ നമുക്ക് ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കാം നോക്കാം കേട്ടോ. ഇതൊരു സിസ്റ്റം ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒപ്പം എഴുതി പോവുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, L is equal to m by 2 into x dot square plus y dot square plus z dot square minus b. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് m by 2 into x dot square plus y dot square plus z dot square എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിന്റെ കൈനറ്റിക് എനർജിയും മൈനസ് v എന്ന് പറയുന്നത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ പൊട്ടൻഷ്യൽ കൈനറ്റിക് എനർജിയും, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ കൈനറ്റിക് എനർജിയും, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയുമാണ്. കണ്ടുപിടിക്കണം. ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ്
ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ലഗ്രാഞ്ചിൽ നിന്ന് ഇതില് നമുക്ക് ഉള്ള ഇക്വേഷൻ h ഈക്വൽ ടു സിഗ്മ ഐ പി ഐ ക്യു ഐ ഡോട്ട് 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 മൈനസ് എൽ ആണ് നമുക്ക് ഉള്ള ബേസിക് ഇക്വേഷൻ. ഹാമിൽട്ടോണിയനെയും ലഗ്രാഞ്ചിനെയും കൂടെ നമുക്ക് എന്താ പറയാ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് എന്ത്, h is equal to സിഗ്മ ഐ പി ഐ ക്യു ഐ മൈനസ് എൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ എത്ര ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ട്? എത്ര ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ട്? 3. ഹലോ, 3 ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ട്, എക്സും വൈയും സെഡും അല്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ പി ഐ എന്ന് പറയുന്നത് അതിന്റെ ജനറലൈസ്ഡ് മൊമെന്റും ക്യു ഐ എന്ന് പറയുന്നത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്. സോ നമുക്ക് ഒരാളെ ഉള്ളൂന്നെങ്കിൽ നമുക്ക് പി ഐ ക്യു ഐ എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. പക്ഷെ ഇവിടെ 3 കോർഡിനേറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ 3നെയും എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്ത് തന്നെ എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു പി എക്സ് ഇൻറ്റു എക്സ് ഡോട്ട് പ്ലസ് പി വൈ ഇൻറ്റു വൈ ഡോട്ട്, അടുത്ത ആള് സെഡ് ആണ്, അതിന്റെ ജനറലൈസ്ഡ് മൊമെന്റം പി സെഡ് ഇൻറ്റു സെഡ് ഡോട്ട്. ഓക്കെ, മൈനസ് എൽ നമുക്ക് തന്നിരിക്കുന്നത് അതേപോലെ തന്നെ എഴുതാം. എം ബൈ ടു ഇൻറ്റു എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ പ്ലസ് സെഡ് ഡോട്ട് സ്ക്വയർ മൈനസ് വി. നമുക്ക് തന്നിരിക്കുന്ന എൽ നമ്മൾ ഡയറക്റ്റ് അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ നമുക്ക് 2 ടൈപ്പില്, അതായത് എക്സ് ഡോട്ട് വൈ ഡോട്ട് ഇസഡ് ഡോട്ട് എന്ന് തന്നിട്ടുണ്ട്. അതായത് ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ ഒരിക്കലും എന്തല്ല, ലീനിയർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് ഒരിക്കലും എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ് ഡോട്ട് വെലോസിറ്റിയുടെ ടേംസ് ഒരിക്കലും അതിൽ വരില്ല. എക്സ് വൈ സെഡ്, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയ ആൾക്കാർ മാത്രമേ വരുള്ളൂ. വെലോസിറ്റി ടേം ഒരിക്കലും എന്തിൽ വരാൻ പറ്റില്ല, ഹാമിൽട്ടൺസ് ഇക്വേഷനിൽ വരാൻ പറ്റില്ല. സോ നമുക്കുള്ള എക്സ് ഡോട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. എക്സ് ഡോട്ടിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ ഇന്നലെ പഠിച്ച ജനറലൈസ്ഡ് മൊമെന്റയുടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. പി എക്സ് യൂസ് ചെയ്യാം. പി എക്സ് ഈക്വൽ ടു, പി എക്സിന്റെ ഇക്വേഷൻ എന്താ വരിക, നമ്മൾ ജനറലൈസ്ഡ് മൊമെന്റം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി എക്സിന്റെ ഇക്വേഷൻ പി എക്സ് ഈക്വൽ ടു ഡോ എൽ ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഡോട്ട്. ഡോ എൽ ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഡോട്ട് ആണ് പി എക്സിന്റെ ഇക്വേഷൻ, വിച്ച് ഈസ് ഈക്വൽ ടു, ഈ ലഗ്രാഞ്ചിനെ നമ്മൾ എക്സ് ഡോട്ട് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും, ലഗ്രാഞ്ചിനെ എക്സ് ഡോട്ട് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും, യെസ്, എം എക്സ് ഡോട്ട് ആണ് വരിക. എക്സ് ഡോട്ട് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 2x വരും. അപ്പോൾ നമ്മുടെ ആ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. സോ എം എക്സ് ഡോട്ട് ആണ് നമ്മളുടെ പി എക്സിന്റെ ഇക്വേഷൻ വരിക. ഇതേപോലെ പി വൈക്ക് എന്ത് വരും, എം വൈ ഡോട്ട് വരും. യെസ്, പി ഇസഡിന് എന്ത് വരും, എം ഇസഡ് ഡോട്ട് വരും. ഈ ഇക്വേഷനെല്ലാം നമുക്ക് എക്സ് ഡോട്ടിന്റെ ടേമിനെ മാത്രമായിട്ട് മാറ്റി വെക്കാം. എക്സ് ഡോട്ട് എന്താ വരിക എന്ന് പറയാം. ഓക്കെ, സോ എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു പി എക്സ് ഡിവൈഡഡ് ബൈ എം എന്ന് വരും. y dot is equal to y dot is equal to py divided by m എന്ന് വരും.
Z dot is equal to PZ divided by M എന്ന് വരും. Okay. X dot is equal to PX divided by M. Y dot is equal to PY divided by M. Z dot is equal to PZ divided by M. ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ കിട്ടിയത് ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ഇനി ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഡോട്ടിന്റെ ടേമിലേക്ക് നമ്മൾ കൊണ്ടിടണം. അതായത് ഇവിടെ കിട്ടിയ എക്സ് ഡോട്ടിന്റെ ഇക്വേഷനെ നമ്മൾ ഈ എക്സ് ഡോട്ടിന്റെ ടേമിലേക്ക് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈ ഡോട്ടിന് കിട്ടിയ ഇക്വേഷൻ വൈ ഡോട്ടിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇസഡ് ഡോട്ടിന്റെ വാല്യൂ എടുത്തിട്ട് ഇസഡ് ഡോട്ടിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ എന്താ ഇക്വേഷൻ വരിക? H is equal to Px into x dot in the സ്ഥാനത്ത് Px divided by M, y dot in the സ്ഥാനത്ത് Py into Py divided by M, Pz into z dot in the സ്ഥാനത്ത് z dot in the സ്ഥാനത്ത് PZ divided by M. ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ലഗ്രാഞ്ചൻ ഡയറക്ട്ലി താഴെ എഴുതാം. മൈനസ് m/2 ഇൻറ്റു ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. m/2 ഇൻറ്റു എക്സ് ഡോട്ടിന്റെ സ്ഥാനത്ത് px സ്ക്വയർ ഡിവൈഡഡ് ബൈ m, എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ m പ്ലസ് അല്ല മൈനസ് m/2 into py square divided by m. Sorry, m square ഉണ്ട്. ഇവിടെയും m square ഉണ്ട്. px divided by m ആണ് x ഡോട്ടിന്റെ വാല്യൂ. സോ x ഡോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് px സ്ക്വയർ ഡിവൈഡഡ് ബൈ m സ്ക്വയർ ആണ്. y ഡോട്ടിന്റെ സ്ഥാനത്ത് py സ്ക്വയർ ഡിവൈഡ് ബൈ m സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് അടുത്ത ടേം m/2 into pz square divided by m square. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വി എന്ന് വരും. പ്ലസ് വി ഇതാണ് നമുക്ക് ഇക്വേഷൻ കിട്ടാം. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? എമ്മിനെ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. എമ്മും എം സ്ക്വയർ ഉണ്ട്. എം സ്ക്വയർ ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്ത് വരും? px square divided by m plus py square divided by m plus pz square divided by m minus നമുക്ക് ഫൈനലായിട്ട് എന്തുണ്ട്? px square divided by 2m minus py square divided by 2m minus pz square divided by 2m plus v എന്നാണ് നമുക്ക് ഇക്വേഷൻ വരാം. ഓക്കെ, ഇതില് px square divided by m minus px square divided by 2m എന്ത് വരും? 1ൽ നിന്ന് ഹാഫ് പോയാല് ഹാഫ് വരും. px square divided by 2m വരും. ഓക്കെ, അതേപോലെ py square divided by m നെ മൈനസ് py square divided by 2m ചെയ്ത് കഴിഞ്ഞാൽ py square divided by 2m വരും. ഓക്കെ, സോ px square divided by 2m, py square divided by 2m, pz square divided by 2m plus b. ഇതാണ് നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ലഗ്രാഞ്ചൻ എന്ന് പറയുന്നതാണ്, സോറി നമ്മുടെ ഹാമിൽട്ടോണിയൻ. ഇതാണ് നമ്മളുടെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. നമുക്കൊരു ലഗ്രാഞ്ചൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഹാമിൽട്ടോണിയൻ ആണ് px square divided by 2m plus py square divided by 2m plus pz square divided by 2m plus v എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? ഇടയിൽ കുറച്ച് നെറ്റ്വർക്ക്
ആയിരുന്നു. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. അപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്. പ്ലെയിൻ പോളാർ കോർഡിനേറ്റിൽ ലഗ്രാഞ്ചിയൻ തന്നിട്ടുണ്ട്. L is equal to m/2 into r dot square plus r square theta dot square minus v. ഇവിടെ നമുക്ക് എത്ര കോർഡിനേറ്റ്സ് ഉണ്ട്? ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആരൊക്കെ നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്? r and theta ആണ് നമുക്കുള്ള ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് മൊമെന്റം ആണ് പി ആറും പി തീറ്റയും. ഓക്കെ, പി ആറും പി തീറ്റയും അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്. പി ആർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? ഡോ എൽ ഡിവൈഡഡ് ബൈ ഡോ ആർ ഡോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ ആർ ഡോട്ട് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഫസ്റ്റ് ടേമിൽ മാത്രമാണ് ആർ ഡോട്ട് ഉള്ളത്. സോ m/2 ആർ ഡോട്ട് സ്ക്വയറിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ m ഇൻറ്റു ആർ ഡോട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ ജനറലൈസ്ഡ് മൊമെന്റം ആണ് പി തീറ്റ എന്ന് പറയുന്നത്. പി തീറ്റ കിട്ടാൻ നമുക്ക് എന്താ വേണ്ടത്? പി തീറ്റ ഈസ് ഈക്വൽ ടു ഡോ എൽ ഡിവൈഡഡ് ബൈ ഡോ തീറ്റ ഡോട്ട്. തീറ്റ ഡോട്ട് വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, തീറ്റ ഡോട്ട് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം സെക്കൻഡ് ടേമിൽ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയറിലാണ് ആരുള്ളത്? നമ്മളുടെ തീറ്റ ഡോട്ട് ഉള്ളത്. അപ്പൊ സെക്കൻഡ് ടേം മാത്രം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ അതില് m/2 ആർ സ്ക്വയർ കോമൺ കോൺസ്റ്റന്റ് ആണ്. തീറ്റ ഡോട്ടിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് 2 തീറ്റ വരും. ആ 2ഉം എമ്മിന്റെ താഴെയുള്ള 2ഉം കൂടെ ഡിനോമിനേറ്റർ 2ഉം കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് m/r² തീറ്റ ഡോട്ട് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഹാമിൽട്ടൺസ് ഇക്വേഷനിൽ ആർ ഡോട്ടും തീറ്റ ഡോട്ടും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആർ ഡോട്ടിനെയും തീറ്റ ഡോട്ടിനെയും പി ആറിന്റെ ടേംസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജനറലൈസ്ഡ് മൊമെന്റം ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ലഗ്രാഞ്ചിയൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക? അതിൽ ജനറലൈസ്ഡ് മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ കോർഡിനേറ്റ്സിനെ മാറ്റാം. അതായത് നമുക്ക് ആർ ഡോട്ട് തീറ്റ ഡോട്ട് നമുക്ക് അതിൽ ഇടാൻ പറ്റില്ല, കാരണം അതൊരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ലീനിയർ ഇക്വേഷൻ ആക്കാൻ വേണ്ടി, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കാൻ വേണ്ടിയിട്ട് അതിനെ ജനറലൈസ്ഡ് മൊമെന്റത്തിന്റെ ടേംസിലേക്ക് നമ്മൾ മാറ്റണം. ഓക്കെ, ഇതിപ്പോ വെലോസിറ്റിയുടെ ടേംസ് ആണ്. ജനറലൈസ്ഡ് വെലോസിറ്റീസിനെ നമ്മൾ ജനറലൈസ്ഡ് മൊമെന്റം ടേമിലേക്ക് മാറ്റി. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മളുടെ ഇക്വേഷൻ എന്താ? h is equal to സിഗ്മ പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എൽ ആണ് നമ്മളുടെ ഇക്വേഷൻ. ഓക്കെ, h is equal to സിഗ്മ പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എൽ. ഹാമിൽട്ടോണിയനെയും ലഗ്രാഞ്ചിനെയും നമ്മൾ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ ആണ് h is equal to സിഗ്മ പി ഐ ക്യു ഐ ഡോട്ട് മൈനസ് എൽ. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ട് എന്നറിയാം. സോ അതിന്റെ മൊമെന്റവും അതിന്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എഴുതണം. സോ ഫസ്റ്റ് കോർഡിനേറ്റ് ആർ ആണ്, സെക്കൻഡ് കോർഡിനേറ്റ് തീറ്റയാണ്. സോ ഫസ്റ്റ് കോർഡിനേറ്റ് പി ആർ ഇൻറ്റു ആർ ഡോട്ട് പ്ലസ് തീറ്റയാണ് രണ്ടാമത്തത് പി തീറ്റ ഇൻറ്റു തീറ്റ ഡോട്ട്. ആ രണ്ട് ടേമിനെ നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പി ഐ ക്യു ഐ ഡോട്ടിന്റെ പൊസിഷൻ കഴിഞ്ഞു. ഇനി എല്ലിനെ എന്ത് ചെയ്യാ? എല്ലിന് ഒരു ചേഞ്ചും ഇല്ല. തന്നിരിക്കുന്ന എല്ലിന് ഡയറക്ട്ലി m/2 ഇൻറ്റു ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് വി. ഓക്കെ, എച്ചിന്റെ പൊസിഷൻ കഴിഞ്ഞു. മൈനസ് വി എന്നുള്ളത് ഡയറക്ട്ലി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പി ആർ ഇൻറ്റു ആർ ഡോട്ട് പ്ലസ് പി തീറ്റ ഇൻറ്റു തീറ്റ ഡോട്ട് മൈനസ് m/2 ഇൻറ്റു ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് വി. ഇത് നമ്മൾ ലഗ്രാഞ്ചിയൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഇനി ഈ ആർ ഡോട്ടിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ജനറലൈസ്ഡ് മൊമെന്റത്തിൽ നിന്ന് കണ്ടുപിടിച്ച വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പി ആറിന്റെ സ്ഥാനത്ത് പി ആർ തന്നെ എഴുതി, ആർ ഡോട്ടിന്റെ സ്ഥാനത്ത് പി ആർ ഡിവൈഡഡ് ബൈ എം എന്ന് എഴുതാം.
പി തീറ്റ തീറ്റ ഡോട്ടിന്റെ സ്ഥാനത്ത് പി തീറ്റ ഡിവൈഡ് ബൈ എം ആർ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻ ടി ആർ ഇൻറ്റു പി ആർ ഡിവൈഡഡ് ബൈ എം പ്ലസ് പി തീറ്റ ഇൻറ്റു പി തീറ്റ ഡിവൈഡ് ബൈ എം ആർ സ്ക്വയർ മൈനസ് നമുക്ക് തന്നിരിക്കുന്ന ലഗ്രാഞ്ചിനില് ആർ ഡോട്ടിനും തീറ്റ ഡോട്ടിന്റെയും സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? അതിന്റെ ജനറലൈസ്ഡ് മൊമെന്റം ടേംസ് എഴുതാം. ഓക്കെ, എം ബൈ 2 ഇൻറ്റു പി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഇൻറ്റു പി തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ എം സ്ക്വയർ ആർ റേസ് ടു 4. നമുക്ക് തന്നിരിക്കുന്ന ടേംസ് ആർ ഡോട്ട് സ്ക്വയർ ആണ്. അപ്പൊ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്ക്വയർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, പ്ലസ് വി, ഇവിടുത്തെ മൈനസും ഈ മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പ്ലസ് വി കിട്ടും. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ? ഹലോ, ഓക്കെ, സ്പീഡ് കൂടുതലാണെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, ഇനി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്കതിനെ റീഅറേഞ്ച് ചെയ്യാണ്. പി ആർ ഇൻറ്റു പി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം കിട്ടും. പി തീറ്റ ഇൻറ്റു പി തീറ്റ ഡിവൈഡഡ് ബൈ എം ആർ സ്ക്വയർ. സോ പി തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം ആർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് എം ബൈ 2നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എം ബൈ 2 ഇൻറ്റു പി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം സ്ക്വയർ. ഓക്കെ, മൈനസ് എം ബൈ 2 ഇൻറ്റു പി ആർ സ്ക്വയർ എം ബൈ 2 ഇൻറ്റു m by 2 into r square into p theta square m r square r raised to 4 എന്ന് വരും. ഓക്കെ, പ്ലസ് ബി, അവിടെ അപ്പുറത്ത് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ടേം ഉണ്ട്. ഇതിൽ എമ്മിന്റെ ടേംസ് നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേപോലെയുള്ള ടേംസ് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. സോ പി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m വരും. അടുത്ത ടേമിൽ ആർ സ്ക്വയർ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി. സോ പി തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m r സ്ക്വയർ എന്ന് വരും. ഓക്കെ, എം ഒരേപോലുള്ള ടേം എല്ലാം നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സിംപ്ലർ ആയിട്ടുള്ള ഇക്വേഷൻസ് കിട്ടും. സോ പി ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എം പ്ലസ് പി തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ എം ആർ സ്ക്വയർ മൈനസ് പി ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 2m മൈനസ് പി തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ 2m ആർ സ്ക്വയർ. ഇവിടെ പ്ലസ് ടേമും ഉണ്ട് മൈനസ് ഹാഫ് ടേമും ഉണ്ട്. സോ നമുക്ക് വരുന്നത് പ്ലസ് ഹാഫ് ടേം ആയിരിക്കും. പി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം, നമ്മൾ ഒന്നിന്ന് അര കുറച്ച് എന്ത് കിട്ടും? പോസിറ്റീവ് ഹാഫ് കിട്ടില്ലേ? അത്രേ ഉള്ളൂ. സോ പി ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 2m ആയിരിക്കും നമുക്ക് കിട്ടുക. പി തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ എം ആർ സ്ക്വയർ മൈനസ് പി തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ 2m ആർ സ്ക്വയർ. സോ നമുക്ക് വീണ്ടും പി തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ 2m ആർ സ്ക്വയർ, പോസിറ്റീവ് പി തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ 2m ആർ സ്ക്വയർ വരും. പ്ലസ് വി ആണ് നമുക്ക് ഇക്വേഷൻ വരിക. സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 2m പ്ലസ് പി തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ 2m ആർ സ്ക്വയർ പ്ലസ് വി ആണ് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ വരിക. ഇതാണ് നമ്മളുടെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന പ്ലെയിൻ പോളാർ കോർഡിനേറ്റിന്റെ ഹാമിൽട്ടോണിയൻ ആണ് നമ്മളിപ്പോ നോക്കുന്നത്. അതായത് പ്ലെയിൻ പോളാർ കോർഡിനേറ്റിന്റെ ലഗ്രാഞ്ചൻ തന്നു, L is equal to n/2 r ഡോട്ട് സ്ക്വയർ പ്ലസ് r സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് വി എന്നുള്ള ലഗ്രാഞ്ചൻ തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ ഹാമിൽട്ടോണിയൻ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സാമിനും പല കാര്യങ്ങൾക്കും നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ലഗ്രാഞ്ചിൽ നിന്ന് ഹാമിൽട്ടോണിയൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണോ? ഹലോ, എളുപ്പമല്ലേ? എളുപ്പമാണോ? PSCക്ക് നമുക്ക് എത്ര സമയത്തിൽ ചെയ്തു തീർക്കാം ഇതൊക്കെ? കുറച്ച് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് 1 മിനിറ്റിൽ താഴേക്ക് നമുക്ക് എക്സാമിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പ്രോബ്ലംസും ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞുതരാം. അതിനുള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അതിനുള്ള സ്റ്റെപ്പാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കുക കേട്ടോ, ട്രിക്ക്. ഫസ്റ്റ് കാര്യം, ഫസ്റ്റ് നിബന്ധന, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്
കൈനറ്റിക് എനർജി മസ്റ്റ് കണ്ടെയ്ൻ ഹാഫ് ടേം. നമ്മുടെ കൈനറ്റിക് എനർജിയിലെ നമ്മളുടെ ലഗ്രാഞ്ചനിലുള്ള കൈനറ്റിക് എനർജി പാർട്ടില് ഹാഫ് ടേം ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ലഗ്രാഞ്ചനില് ജനറലൈസ്ഡ് വെലോസിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ജനറലൈസ്ഡ് മൊമെന്റം ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ജനറലൈസ്ഡ് വെലോസിറ്റീസ് ഉണ്ടെങ്കിൽ ജനറലൈസ്ഡ് മൊമെന്റം ആയിട്ട് നമ്മൾ അത് കൺവേർട്ട് ചെയ്യണം. മൂന്നാമത്തെ എന്ന് പറയുന്നത് ജനറലൈസ്ഡ് വെലോസിറ്റിയുടെ കോയിഫിഷ്യന്റ്, നമുക്ക് തന്നിരിക്കുന്ന ലഗ്രാഞ്ചനിലെ ജനറലൈസ്ഡ് വെലോസിറ്റിയുടെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയന്റെ ജനറലൈസ്ഡ് മൊമെന്റത്തിലെ ഡിനോമിനേറ്റർ ആയിട്ട് വരണം. ഓക്കെ, ഞാൻ ഒരുപാട് സ്ട്രെസ് ചെയ്യണില്ല, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ സൈൻ എന്താണോ ആ സൈന് ഓപ്പോസിറ്റ് സൈൻ ആക്കുക. പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക. ഓക്കെ, ചെയ്ത് നോക്കിയാലോ നമുക്ക്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് തന്ന പ്രോബ്ലം തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ L is equal to m/2 x dot square plus y dot square minus v. ഓക്കെ, നമ്മളോട് ആദ്യം പറഞ്ഞത് കൈനറ്റിക് എനർജിയിൽ എന്ത് ടേം ഉണ്ടായിരിക്കണം? ഹാഫ് ടേം ഉണ്ടായിരിക്കണം. m/2 ഹാഫ് ടേം ഉണ്ട്. നമ്മളുടെ ലഗ്രാഞ്ചനിലെ കൈനറ്റിക് എനർജിയിൽ ഹാഫ് ടേം ഉണ്ട് എന്നുള്ളത് കറക്റ്റ് ആണ്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കുള്ള ലഗ്രാഞ്ചനിലെ വെലോസിറ്റീസ്, ജനറലൈസ്ഡ് വെലോസിറ്റീസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ജനറലൈസ്ഡ് മൊമെന്റം ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, ജനറലൈസ്ഡ് മൊമെന്റം ആക്കിയിട്ട് മാറ്റണം. സോ നമുക്ക് ആ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. L equal to 1/2 m x dot square plus 1/2 into m y dot square minus v. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ് ഡോട്ട് സ്ക്വയർ, ജനറലൈസ്ഡ് വെലോസിറ്റിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ജനറലൈസ്ഡ് മൊമെന്റം ആക്കി മാറ്റണം. എക്സ് ഡോട്ടിന്റെ ജനറലൈസ്ഡ് മൊമെന്റം പി എക്സ് ആണ്, സ്ക്വയർ ഉണ്ട്, സോ നമ്മൾ സ്ക്വയർ ഇട്ടു. അടുത്തത് പി വൈ സ്ക്വയർ ആണ്, വൈ ഡോട്ടിന്റെ ജനറലൈസ്ഡ് മൊമെന്റം എന്ന് പറയുന്നത്, അത് കിട്ടും. ഓക്കെ, രണ്ടിനും പോസിറ്റീവ് സൈൻ ആണ്. ഇനി എക്സ് ജനറലൈസ്ഡ് വെലോസിറ്റിയുടെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് മൊമെന്റത്തിന്റെ ഡിനോമിനേറ്ററിലായിരിക്കണം. കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് ആരാ? എം ആണ്. യെസ്, അപ്പൊ നമ്മൾ അതിനെ ഡിനോമിനേറ്ററിലാക്കുക. 2m, 2 അവിടെ ഓൾറെഡി ഉണ്ട്, ഹാഫ് ഓൾറെഡി ഉണ്ട്. കൂടാതെ എക്സ് ഡോട്ട് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്ന എമ്മിനെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് ഇട്ടു. ഇനി വൈ ഡോട്ടിന്റെ കോയിഫിഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിലേക്ക് ഇടുക. എഗെയിൻ 2m വന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജി ടേമിന്റെ സൈൻ മാറ്റുക. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഹാമിൽട്ടോണിയൻ ആണ് പി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m പ്ലസ് പി വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m പ്ലസ് വി. കിട്ടിയോ? ഹാമിൽട്ടോണിയൻ കിട്ടിയോ? ക്ലിയർ ആണോ? ഈസി അല്ലേ? നമുക്ക് നേരത്തെ ചെയ്ത ലെങ്തി ഒരുപാട് സ്റ്റെപ്പുകളൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി വേറൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെയാണ്, പ്ലെയിൻ പോളാർ കോർഡിനേറ്റിന്റെ. ഓക്കെ, പ്ലെയിൻ പോളാർ കോർഡിനേറ്റിന്റെ ലഗ്രാഞ്ച് ഒന്ന് ചെയ്യാം. നിങ്ങളൊന്ന് സ്വയം ചെയ്യാൻ പറ്റുമോ നോക്കുക കേട്ടോ. L equal to m/2 into r dot square plus m/2 into r square theta dot square minus v. Minus v.
ഇതില് നമ്മളുടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? ജനറലൈസ് ആറും തീറ്റയാണ് നമ്മളുടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി ടേമില് ഹാഫ് ടേം ഉണ്ടോ? ഹാഫ് ടേം ഉണ്ട്. കൈനറ്റിക് എനർജി ടേമിൽ ഹാഫ് ടേം ഉണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമ്മൾ ജനറലൈസ്ഡ് വെലോസിറ്റി ആണ് ആർ ഡോട്ടും തീറ്റ ഡോട്ടും. ഇനി ആ ആർ ഡോട്ടിനെയും തീറ്റ ഡോട്ടിനെയും നമ്മൾ എന്ത് ചെയ്യണം? ജനറലൈസ്ഡ് മൊമെന്റം ആക്കി മാറ്റണം. സോ നമുക്ക് കറസ്പോണ്ടിങ് ജനറലൈസ്ഡ് മൊമെന്റം ആണ് പി ആർ സ്ക്വയർ ഉണ്ട്. സോ പി ആർ സ്ക്വയർ പ്ലസ് അടുത്തത് ആള് പി തീറ്റ. തീറ്റ ഡോട്ടിന്റെ ജനറലൈസ്ഡ് മൊമെന്റം പി തീറ്റ സ്ക്വയർ. ഇനി ആർ ഡോട്ടിന്റെ കോഎഫിഷ്യന്റ് ആരാ? എം ആണ്. ഹാഫ് ഓൾറെഡി ഉണ്ട്. സോ എമ്മിനെ എന്ത് ചെയ്യാ? ന്യൂമറേറ്ററിൽ നിന്ന് മാറ്റി ഡിനോമിനേറ്ററിൽ കൊണ്ട് എഴുതാം. ഓക്കെ. ഇനി അടുത്തതായിട്ട് തീറ്റ ഡോട്ടിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന എം ആർ സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിലേക്ക് കൊണ്ട് എഴുതാം. സോ പി തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ആർ സ്ക്വയർ ആണ് നമുക്ക് വരിക. ഇനി പൊട്ടൻഷ്യൽ എനർജി ടേമിന്റെ സൈൻ എന്ത് ചെയ്യണം? നെഗറ്റീവ് ആണ്. സോ നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കി മാറ്റണം. സോ പോസിറ്റീവ് ബി. സോ H ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ലഗ്രാഞ്ചിൽ നിന്ന് നമുക്ക് ഹാമിൽട്ടോണിയൻ എഴുതാം. H ഈസ് ഈക്വൽ ടു പി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m പ്ലസ് പി തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ആർ സ്ക്വയർ പ്ലസ് ബി ആണ് നമ്മളുടെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഓക്കെ. പ്ലെയിൻ പോളാർ കോർഡിനേറ്റിന്റെ ഹാമിൽട്ടോണിയൻ കണ്ടുപിടിച്ചത് സെയിം തന്നെ അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച അതേ ഹാമിൽട്ടോണിയൻ തന്നെ അല്ലേ ഇതെന്ന്? അതെ, നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും ആവശ്യമില്ല. ഓക്കെ. ഇനി ഒരു പ്രോബ്ലം തരട്ടെ? ഓക്കെ. അടുത്ത പ്രോബ്ലം അടുത്ത പ്രോബ്ലം ആണ് m/2 ഇൻറ്റു റോ ഡോട്ട് സ്ക്വയർ പ്ലസ് റോ സ്ക്വയർ 5 ഡോട്ട് സ്ക്വയർ പ്ലസ് z ഡോട്ട് സ്ക്വയർ മൈനസ് വി. ഓക്കെ. ലഗ്രാഞ്ചിയൻ തന്നിട്ടുണ്ട്. ഹാമിൽട്ടോണിയൻ കണ്ടുപിടിച്ച് പറയാൻ പറ്റുമെന്ന് നോക്കിയേ. കിട്ടണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. കിട്ടണ്ടോ? ആദ്യം നോക്കുക കൈനറ്റിക് എനർജിയിൽ എന്തുണ്ടോന്ന്. കൈനറ്റിക് എനർജിയിൽ ഹാഫ് ടേം ഉണ്ടോന്ന് നോക്കുക. ഹാഫ് ടേം ഉണ്ട്. m/2 ഹാഫ് ടേം ഉണ്ട്. ഓക്കെ. ഇനി നമുക്ക് തന്നിരിക്കുന്നതിൽ എത്ര ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഉണ്ട്? മൂന്നെണ്ണം ഉണ്ട്. റോ ഡോട്ട് ഉണ്ട്, 5 ഡോട്ട് ഉണ്ട്, z ഡോട്ട് ഉണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് മൊമെന്റം എഴുതണം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് മൊമെന്റം റോ ഡോട്ടിന്റെ എന്ത് വരും? പി റോ സ്ക്വയർ വരും. 5 ഡോട്ടിന്റെ എന്ത് വരും? പി 5 സ്ക്വയർ വരും. z ഡോട്ടിന്റെ പി z സ്ക്വയർ വരും. ഓക്കെ. ഇനി നമുക്ക് റോ ഡോട്ട് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ എഴുതാം. സോ റോ ഡോട്ട് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് m ആണ്. സോ പി റോ ഡോട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ 2m. 5ന്റെ കോഎഫിഷ്യന്റ് ആണ് പി 5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m റോ സ്ക്വയർ. 2 ഓൾറെഡി ഉണ്ട്. m റോ സ്ക്വയർ ആണ് എന്തിന്റെ കോഎഫിഷ്യന്റ് എന്ന് വരുന്നത്? 5 ഡോട്ടിന്റെ കോഎഫിഷ്യന്റ്. സോ അതിനെ നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതി. ഇനി z ഡോട്ടിലെ കോഎഫിഷ്യന്റ് എന്താ? 2m. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരുന്ന സമയത്ത് m/2 z ഡോട്ട് സ്ക്വയർ വരും. സോ പി z സ്ക്വയർ ഡിവൈഡ് ബൈ 2m ആണ് ഡിനോമിനേറ്ററിൽ വരിക. ഇനി പൊട്ടൻഷ്യൽ എനർജി ടേം മൈനസ് വി ആണ്. സോ നമ്മൾ അതിനെ സൈൻ ചെയ്തു പ്ലസ് വി ആക്കി മാറ്റി. അപ്പൊ നമ്മളുടെ ലഗ്രാഞ്ചിയനിൽ നിന്ന് നമുക്ക് ഹാമിൽട്ടോണിയൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് സംശയം ഉണ്ടോ?
ഇല്ല മാം. ഇങ്ങനെ ചെയ്യുന്നതിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും ട്ടോ. അടുത്ത പ്രോബ്ലം നമുക്ക് തന്നിട്ടുള്ള ലഗ്രാഞ്ചൻ L is equal to L equal to half m r dot square plus r square theta dot square plus r square sin square theta 5 dot square minus v ആണ് നമുക്ക് തന്നിട്ടുള്ള ലഗ്രാഞ്ചൻ. അപ്പൊ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ നോക്കുക, കൈനറ്റിക് എനർജിയിൽ ഹാഫ് ടേം ഉണ്ടോ എന്ന് നോക്കുക. ഹാഫ് ടേം ഉണ്ടോ? യെസ് മാം. കൈനറ്റിക് എനർജിയിൽ ഹാഫ് ടേം ഉണ്ട്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് എത്ര ജനറലൈസ്ഡ് വെലോസിറ്റീസ് ഉണ്ടോ ആ ജനറലൈസ്ഡ് വെലോസിറ്റീസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ജനറലൈസ്ഡ് മൊമെന്റം ടേംസിലേക്ക് മാറ്റണം. സോ ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് ജനറലൈസ്ഡ് വെലോസിറ്റി ടേം ആണ് ആർ ഡോട്ട്. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യുക? അതിന്റെ കറസ്പോണ്ടിങ് ജനറലൈസ്ഡ് മൊമെന്റം ആക്കി മാറ്റുക. സോ പി ആർ സ്ക്വയർ. ഇനി അതിന്റെ കോഎഫിഷ്യന്റ് ആരാ വരുന്നത്? എം മാത്രമേ വരുന്നുള്ളൂ. ആർ ഡോട്ടിന് നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എം മാത്രമേ വരുള്ളൂ. സോ പി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m വന്നു. പ്ലസ് അടുത്ത ടേമില് നമ്മളുടെ ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുന്നത് ആരാ? തീറ്റ ഡോട്ട് ആണ്. അപ്പൊ തീറ്റ ഡോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് മൊമെന്റം പി തീറ്റയാണ്. സോ പി തീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ അതിന്റെ കോഎഫിഷ്യന്റ് ആര് വരും? mr square. Yes, mr square വരും. സോ 2 ഓൾറെഡി ഉണ്ട്, mr square നമ്മൾ ഇടുക. ഇനി അടുത്ത ടേമില് നമ്മളുടെ ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയുന്നത് 5 ഡോട്ട് ആണ്. സോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് മൊമെന്റം എന്ന് പറയുന്നത് p5 സ്ക്വയർ ആണ് ഡിവൈഡഡ് ബൈ അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ആരാ? mr square sin square theta. വെരി ഗുഡ്. 2mr സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഇനി നമുക്കുള്ള പൊട്ടൻഷ്യൽ എനർജി ടേമിന്റെ സൈൻ മാറ്റുക, പ്ലസ് വി. ഓക്കെ, പ്ലസ് വി ആക്കി മാറ്റാം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ലഗ്രാഞ്ചിന്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ലഗ്രാഞ്ചിന്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നതാണ് ഇവിടെ തന്നിട്ടില്ല. h is equal to p r square divided by 2m plus p theta square divided by 2m r square plus p phi square divided by 2m r square sin square theta plus v എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രോബ്ലം L equal to half ml square theta dot square minus mgl into 1 minus cos theta. ഈ ഇക്വേഷൻ എവിടെയെങ്കിലും പരിചയം ഉണ്ടോ? ഈ ഇക്വേഷൻ എവിടെയെങ്കിലും പരിചയം ഉണ്ടോ? Yes ma'am. ആരുടെ ഇക്വേഷൻ അത്? Simple pendulum. യെസ്, സിമ്പിൾ പെൻഡുലത്തിന്റെ ലഗ്രാഞ്ചിന്റെ ഇക്വേഷൻ ആണത്. സോ L equal to half ml square theta dot square minus mgl into 1 minus cos theta. നമുക്ക് ഇവിടെ കൈനറ്റിക് എനർജി ടേമിൽ ആദ്യം ഹാഫ് ഉണ്ടോ നോക്കുക. ഹാഫ് ഉണ്ടോ? ഉണ്ട്. സോ നമുക്ക് ഹാഫ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെയുള്ള ജനറലൈസ്ഡ് മൊമെന്റം ടേം ഏതാ? ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഏതാണ്? ജനറലൈസ്ഡ് വെലോസിറ്റി തീറ്റ ഡോട്ട് ആണ് നമ്മുടെ ജനറലൈസ്ഡ് വെലോസിറ്റി. അപ്പൊ നമുക്ക് അതിനെ ജനറലൈസ്ഡ് മൊമെന്റം ആക്കി മാറ്റണം, പി തീറ്റ. ഓക്കെ, സ്ക്വയർ ഉണ്ട്. സോ പി തീറ്റ സ്ക്വയർ. പി തീറ്റ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആരാ? ml square. യെസ്, ml സ്ക്വയർ നമ്മൾ ഡിനോമിനേറ്ററിൽ ഇടുക. 2 into ml സ്ക്വയർ. ഓക്കെ, നമുക്ക് ഒരു ടേമേ ഉള്ളൂ. സോ പി തീറ്റ സ്ക്വയർ ഡിവൈഡ് ബൈ 2ml സ്ക്വയർ. നമുക്ക് അടുത്ത ടേം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ടേം ആണ്. mgl into 1 minus cos theta. അവിടെ mgl into 1 minus cos theta സൈൻ എന്ന് പറയുന്നത് മൈനസ് ആണ്. സോ അത് മാറ്റി പ്ലസ് ആക്കുക.
പ്ലസ് mgl into 1 minus cos theta. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ലഗ്രാഞ്ചിൽ നിന്നും സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ലഗ്രാഞ്ചിനിൽ നിന്നും നമുക്ക് ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കാനുള്ള വഴി. ഇനി നമുക്ക് ചിലപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ലഗ്രാഞ്ചിൻ ഡയറക്റ്റ് തന്നുകൊള്ളണമെന്നില്ല. നമ്മൾ PGക്കൊക്കെ പഠിക്കുമ്പോൾ ലഗ്രാഞ്ചിൻ നമ്മൾ ഡിറൈവ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ്, നമുക്ക് ഡെറിവേഷൻ ആവശ്യമില്ല എന്നുള്ളതാണ് ആ ഭാഗം എടുക്കാത്തത് കേട്ടോ. നമുക്ക് ലഗ്രാഞ്ചിൻ എന്താണെന്ന് മാത്രം കിട്ടിയാൽ മതി. അത് കുറച്ച് ലെങ്തി പ്രോസസ്, ഒരു 2 പേജ് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ലഗ്രാഞ്ചിൻ എന്ന് പറയുന്നത്. ആ ലഗ്രാഞ്ചിനിൽ നിന്നും നമ്മൾ നേരത്തെ തന്ന ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വീണ്ടും സമയമെടുക്കും. ഇത് നമുക്ക് ലഗ്രാഞ്ചിൻ അറിയാമെങ്കിൽ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് എന്ത് ചെയ്യാം, അതിനെ ഹാമിൽട്ടോണിയൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം, ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? Yes, ma'am. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം. അടുത്ത പ്രോബ്ലം, L equal to ax dot square plus by dot square plus k into xy. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് എന്ത് നോക്കണം? ഫസ്റ്റ് എന്താ ചെക്ക് ചെയ്യേണ്ടത്? കൈനറ്റിക് എനർജി ടേമില് ഹാഫ് ഉണ്ടോ നോക്കണം. ഇവിടെ ഹാഫ് ഉണ്ടോ? കൈനറ്റിക് എനർജി ടേം ഉണ്ടോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഹാഫ് ടേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ നമുക്ക് ലഗ്രാഞ്ചിനെ ഒന്ന് മാറ്റി എഴുതണം. ax ഡോട്ട് സ്ക്വയറിന് നമ്മൾ എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into ax ഡോട്ട് സ്ക്വയർ പ്ലസ് സെക്കൻഡ് ടേമിലും കൈനറ്റിക് എനർജി ടേമില് 2 divided by 2 into by dot സ്ക്വയർ മൈനസ് kxy. നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ടേമിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് അതുപോലെ തന്നെ നിൽക്കട്ടെ. ഇനി ഇപ്പൊ നമുക്ക് ഹാഫ് ടേം വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ജനറലൈസ്ഡ് വെലോസിറ്റിനെ ജനറലൈസ്ഡ് മൊമെന്റം ആക്കി മാറ്റണം. എക്സ് ഡോട്ട് സ്ക്വയറിന്റെ ജനറലൈസ്ഡ് മൊമെന്റം ആക്കി മാറ്റുമ്പോൾ എന്ത് വരും? px സ്ക്വയർ വന്നു ഡിവൈഡഡ് ബൈ നമ്മളുടെ കോഎഫിഷ്യന്റ് ആരാ? എക്സ് ഡോട്ട് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 2a ആണ് കോഎഫിഷ്യന്റ്. സോ 2 into 2a ആണ് ഡിനോമിനേറ്ററിൽ വരിക. പ്ലസ് നമുക്ക് അടുത്ത ടേം ആണ് py സ്ക്വയർ. നമ്മളെ y ഡോട്ട് സ്ക്വയർ ജനറലൈസ്ഡ് വെലോസിറ്റിയുടെ എന്ത് ചെയ്യുക? ജനറലൈസ്ഡ് മൊമെന്റം കണ്ടുപിടിക്കുക. py സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into 2b. ഓക്കെ, ന്യൂമറേറ്ററിൽ വരുന്ന ടേം കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന 2b ആണ്. അതിന് നമ്മൾ നേരെ എടുത്ത് താഴേക്ക് ഇട്ടു. മൈനസ് kxy. നമുക്ക് തന്നിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി ടേമിന്റെ മൈനസ് സൈനിനെ നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്ത് പ്ലസ് സൈൻ ആക്കാം. പ്ലസ് kxy എന്ന് കിട്ടി. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് കിട്ടുന്ന ഹാമിൽട്ടോണിയൻ px സ്ക്വയർ ഡിവൈഡഡ് ബൈ 4a പ്ലസ് py സ്ക്വയർ ഡിവൈഡഡ് ബൈ 4b പ്ലസ് k into xy. ലഗ്രാഞ്ച് എന്ന് പറയുന്നത് px സ്ക്വയർ ഡിവൈഡ് ബൈ 4a പ്ലസ് py സ്ക്വയർ ഡിവൈഡ് ബൈ 4b പ്ലസ് k into xy. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കൈനറ്റിക് എനർജിയുടെ ടേമില് 2 ഇല്ലെങ്കിൽ, ഹാഫ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിന് ഹാഫ് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ആൻസർ കണ്ടുപിടിക്കാൻ. ക്ലിയർ ആണോ? ഈ പ്രോബ്ലം പ്രശ്നമുണ്ടോ? ഇല്ല മാം, ക്ലിയർ ആണ്. ഓക്കെ, ഭയങ്കര ഒരു പ്രോബ്ലം. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. L is equal to qi dot square plus q2 dot square q1 dot square plus q2 dot square.
ഓക്കെ, ഇതിന്റെ ആൻസർ എന്ത് വരുന്നു പറഞ്ഞേ? L equal to Q1 dot square plus Q2 dot square. Ma'am, P1 square by 4 plus P2 square by 4. Yes, very good. P1 square divided by 4 divided by plus P2 square divided by 4 ആണ് വരിക. നമുക്ക് ഇവിടത്തെ ഇക്വേഷനിൽ 2 ഇല്ല, മുകളിലും താഴെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. Q1 I square plus 2 into 2 Q2 dot square. So P1 square ആണ് ജനറലൈസ്ഡ് മൊമെന്റം. P1 square divided by ന്യൂമറേറ്ററിലുള്ള ആളെ താഴെയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, 4 കിട്ടി. P2 സ്ക്വയറിനെ ഡിനോമിനേറ്റർ 4 കിട്ടി. ഇവിടെ നമുക്ക് എന്തില്ല? പൊട്ടൻഷ്യൽ എനർജി ടേം ഇല്ല. സോ അത് നമുക്ക് അതിന്റെ സൈൻ മാറ്റേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ പൊട്ടൻഷ്യൽ എനർജി ടേം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇനി എപ്പോഴാണ് ഈ സിസ്റ്റം വാലിഡ് അല്ലാത്തത്, അല്ലെങ്കിൽ ഈ ട്രിക്ക് വാലിഡ് അല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് രണ്ട് ജനറലൈസ്ഡ് വെലോസിറ്റീസിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരികയാണെങ്കിൽ, സപ്പോസ് എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ വരികയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നേരെ മറിച്ച് എക്സ് ഡോട്ട് സ്ക്വയർ ഇൻറ്റു വൈ ഡോട്ട് സ്ക്വയർ, എക്സ് ഡോട്ട് സ്ക്വയർ ഇൻറ്റു വൈ ഡോട്ട് സ്ക്വയർ, അതായത് രണ്ട് ജനറലൈസ്ഡ് വെലോസിറ്റിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ക്രോസ് വെലോസിറ്റീസിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ ട്രിക്ക് വാലിഡ് ആവില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? Yes, ma'am. ഇനി നമുക്ക് സിമ്പിൾ പെൻഡുലത്തിന്റെയും കോമ്പൗണ്ട് പെൻഡുലത്തിന്റെയും കൂടെ എന്ത് ചെയ്യണം? ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കണം. ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കണമെങ്കിൽ അതെ, ഇനി സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിലേക്ക് വരികയാണെന്ന് വിചാരിക്കാം. നമ്മള് ഇതിപ്പോ ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു, നമുക്ക് എച്ച് കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ, അതായത് ഇവിടെ സിമ്പിൾ പെൻഡുലത്തിന്റെ സ്പ്രിംഗ് പെൻഡുലത്തിന്റെ കേട്ടോ, സിമ്പിൾ പെൻഡുലം അല്ല, സ്പ്രിംഗ് പെൻഡുലത്തിന്റെ ലഗ്രാഞ്ചിയൻ തന്നിട്ടുണ്ട്. സോ ഈ ലഗ്രാഞ്ചിയനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കണം. നമുക്ക് ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ തന്നിട്ടുള്ള കൈനറ്റിക് എനർജി, ഇവിടെ തന്നിട്ടുള്ള കൈനറ്റിക് എനർജി ടേമിൽ ഹാഫ് ഉണ്ട്. ഇവിടെ വരെ മാത്രമാണ് എന്ത് കൈനറ്റിക് എനർജി ടേം ഉള്ളത് കേട്ടോ, ഇവിടെ വരെ മാത്രമാണ് കൈനറ്റിക് എനർജി ടേം ഉള്ളത്. സോ ഹാഫ് കെ എക്സ് സ്ക്വയർ മൈനസ് എം ജി ഇൻറ്റു എൽ പ്ലസ് എക്സ് കോസ് തീറ്റ എന്നുള്ള ടേം എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ടേം ആണ്. അപ്പൊ അതിന്റെ സൈൻ മാത്രം മാറ്റിയാൽ മതി. സോ എക്സ് ഡോട്ട് സ്ക്വയറിന്റെയും തീറ്റ ഡോട്ട് സ്ക്വയറിന്റെയും ആ രണ്ട് ജനറലൈസ്ഡ് വെലോസിറ്റിയുടെയും ജനറലൈസ്ഡ് മൊമെന്റം ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ജനറലൈസ്ഡ് മൊമെന്റം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് പി എക്സ് സ്ക്വയർ വരും. എന്തിന്? എക്സ് ഡോട്ട് സ്ക്വയറിന്. അതുപോലെ ഇവിടെ എക്സ് ഡോട്ട് സ്ക്വയറിന്റെ ജനറലൈസ്ഡ് മൊമെന്റം എന്ത് വരും? പി എക്സ് സ്ക്വയർ വരും. തീറ്റ ഡോട്ട് സ്ക്വയറിന്റെ ജനറലൈസ്ഡ് മൊമെന്റം ഇവിടെ പി തീറ്റ സ്ക്വയർ വരും. ഓക്കെ, പി തീറ്റ സ്ക്വയർ വരും. ഇനി അവരുടെ കോഎഫിഷ്യന്റ് എം ആണ്. സോ ഡിനോമിനേറ്ററിൽ 2m വന്നു. തീറ്റ ഡോട്ട് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എൽ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഇവിടെ എം ഫ്രണ്ടിൽ എം ഉണ്ട്. സോ ഡിവൈഡ് ബൈ 2m ഇൻറ്റു എൽ പ്ലസ് എക്സ് സ്ക്വയറും വന്നു. ബാക്കി എക്സിന്റെയും പൊട്ടൻഷ്യൽ എനർജി ടേമിന്റെ രണ്ട് ടേം ഉണ്ട്. ഹാഫ് കെ എക്സ് സ്ക്വയറും മൈനസ് എം ജി ഇൻറ്റു എൽ പ്ലസ് എക്സ് കോസ് തീറ്റ, ആ രണ്ട് ടേമിന്റെയും സൈൻ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഇങ്ങനെയാണ് സ്പ്രിംഗ് പെൻഡുലത്തിൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, എന്നാലും കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഹാമിൽട്ടൺ നമ്മൾ കണ്ടുപിടിച്ചു.
ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്തായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, Q dot is equal to dou H divided by dou Pi. ഓർമ്മയില്ലേ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്? Yes, Q dot Qi dot is equal to dou H divided by dou Pi and Pi dot is equal to dou H divided by dou Qi. നമ്മളോട് ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ലഗ്രാഞ്ചിനെ എഴുതുന്നു, ആ ലഗ്രാഞ്ചിൽ നിന്ന് ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കുന്നു, ആ ഹാമിൽട്ടോണിയനിൽ നിന്ന് എന്ത് ചെയ്യുക? തീറ്റ ഡോട്ടോ ആർ ഡോട്ടോ Qi ഡോട്ടോ കണ്ടുപിടിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ആ ഹാമിൽട്ടോണിനെ വിത്ത് റെസ്പെക്ട് ടു പി തീറ്റയോ അങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുക, കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ കേസാണ്. കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ ലഗ്രാഞ്ചിയൻ നമുക്ക് തന്നിട്ടുണ്ട്. ഹാഫ് ഐ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് MGA കോസ് തീറ്റയാണ് നമ്മളുടെ കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത്. ഓക്കെ, കോമ്പൗണ്ട് പെൻഡുലത്തിന്റെ ലഗ്രാഞ്ചിയൻ ആണ് ഹാഫ് ഐ തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് MGA കോസ് തീറ്റ. ഓക്കെ, ഇനി അതിൽ നിന്ന് നമ്മൾ കറസ്പോണ്ടിങ് ഹാമിൽട്ടോണിയൻ കണ്ടുപിടിച്ചു. തീറ്റ ഡോട്ട് സ്ക്വയറിന് നമ്മൾ പി തീറ്റ സ്ക്വയർ എന്ന് എഴുതി. കോഎഫിഷ്യന്റ് ഐ വരുന്നുണ്ട്, 2i ആണ്. നമുക്ക് തന്നിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി കിട്ടും പ്ലസ് MGA കോസ് തീറ്റയാണ്. നമ്മൾ അതിന്റെ സൈൻ മാറ്റി മൈനസ് MGA കോസ് തീറ്റ ആക്കി മാറ്റി. ഇനി ഈ ഹാമിൽട്ടോണിയനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഹാമിൽട്ടോണിയൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ കണ്ടുപിടിക്കണം. സോ നമുക്ക് ഇവിടെയുള്ള ടേം എന്ന് പറയുന്നത് തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡോ H ഡിവൈഡഡ് ബൈ ഡോ പി തീറ്റ. ഓക്കെ, ഡോ H ഡിവൈഡഡ് ബൈ ഡോ പി തീറ്റ. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ഹാമിൽട്ടോണിയനെ നമ്മൾ പി തീറ്റ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? തീറ്റ ഡോട്ട് കിട്ടും. ഓക്കെ, ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് വരും എന്ന് പറഞ്ഞേ? പി തീറ്റ നമുക്ക് ഫസ്റ്റ് ടേമിൽ മാത്രമേ ഉള്ളൂ. സോ രണ്ടാമത്തെ ടേം MGA കോസ് തീറ്റ നമുക്ക് നെഗ്ലെക്ട് ചെയ്യാം. സോ പി തീറ്റ ഡിവൈഡ് ബൈ യെസ്, അപ്പൊ 2p തീറ്റ ഡിവൈഡഡ് ബൈ 2i കിട്ടും. 2p തീറ്റ ഡിവൈഡഡ് ബൈ 2i കിട്ടും. സോ രണ്ട് ടൂവും ക്യാൻസൽ ചെയ്ത് പോയാല് പി തീറ്റ ഡിവൈഡഡ് ബൈ i ആണ് നമുക്ക് തീറ്റ ഡോട്ടിന്റെ വാല്യൂ കിട്ടുക. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പി തീറ്റ ഡോട്ട് കണ്ടുപിടിക്കാം. പി തീറ്റ മൊമെന്റം ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഫസ്റ്റ് മൊമെന്റം ടേമിൽ ഒരു മൈനസ് ഉണ്ട്, മൈനസ് ഡോ H ഡിവൈഡഡ് ബൈ ഡോ തീറ്റ. ഓക്കെ, മൈനസ് ഡോ H ഡിവൈഡഡ് ബൈ ഡോ തീറ്റ. വിത്ത് റെസ്പെക്ട് ടു തീറ്റ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ടേം എടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ടേം എടുക്കണ്ട, സെക്കൻഡ് ടേം എടുത്താൽ മാത്രം മതി. മൈനസ് MGA കോസ് തീറ്റ. ഓക്കെ, ഇവിടെ ഓൾറെഡി നമുക്ക് പി തീറ്റയിൽ ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് ഡോ H ബൈ ഡോ തീറ്റ എന്ത് വരും? MGA കോൺസ്റ്റന്റ് ആണ്, ഇവിടെ മൈനസ് ഇടുക. MGA കോസ് തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് വരും? sin theta. സൈൻ തീറ്റ വരും. ഓക്കെ, മൈനസ് സൈൻ തീറ്റയാണ് നമുക്ക് വരിക, വിച്ച് ഈസ് ഈക്വൽ ടു MGA സൈൻ തീറ്റ. മൈനസ് സൈൻ തീറ്റയിലെ മൈനസും ഇവിടെ നമുക്ക് പി തീറ്റയിലെ ഹാമിൽട്ടൺസ് ഇക്വേഷനിലെ മൈനസ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ MGA സൈൻ തീറ്റ എന്നുള്ള ഒറ്റ ടേം ആയിട്ട് മാറും. ഓക്കെ, സോ പി തീറ്റ ഡോട്ട് നമുക്ക് കിട്ടി, തീറ്റ ഡോട്ടും കിട്ടി. നമുക്ക് ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇതാണ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചില റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഹാമിൽട്ടൺസ് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഹാമിൽട്ടൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് H is equal to T plus V ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹാമിൽട്ടൺ എന്ന് പറയുന്നത് ടോട്ടൽ എനർജി ആണ്, ഇല്ലെങ്കിൽ ആ സിസ്റ്റം
കൺസേർവ്ഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അവിടെ ആ സിസ്റ്റം കൺസേർവ്ഡ് ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അങ്ങനെയെങ്കിൽ ഹാമിൽട്ടൺ എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയാണ്. സോ ആ സിസ്റ്റം കൺസേർവ്ഡ് ആണ്. ഓക്കെ, ഇറ്റ് വിൽ ബി ദ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ഓൺലി. അത് പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. പൊട്ടൻഷ്യൽ എനർജി പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ടോട്ടൽ സിസ്റ്റം, ടോട്ടൽ എനർജി ഹാമിൽട്ടോണിയൻ കൺസേർവ്ഡ് ആണ്. എച്ച് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജിയാണ് ഡിനോട്ട് ചെയ്യണത്. ഓക്കെ, ക്ലിയർ അല്ലേ? Yes, ma'am. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാൻ മടിയാണെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ക്ലാസ്സിൽ ചോദിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോർഡിനേറ്റർ ഉണ്ട്, കോർഡിനേറ്റർ മെസ്സേജ് ചെയ്താൽ അവരെനിക്ക് ഫോർവേഡ് ചെയ്യും. എത്രയും പെട്ടെന്ന് ഞാൻ റിപ്ലൈ ചെയ്തുതരാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.